പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓണവാർത്തകൾക്കിടയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കും കാഴ്ചയിലേക്കും നമുക്കൊന്ന് പോകണം. പിണറായി വിജയനുമായി ഇ പി ജയരാജൻ കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. സീതാറാം യെച്ചൂരിയുടെ മരണവാർത്തയറിഞ്ഞ് ഇന്നലെ എത്തിയതാണ് ഇ പി ജയരാജനും പിണറായി വിജയനും. ഇന്ന് സീതാറാം യെച്ചൂരിക്ക് രാജ്യം വിട നൽകുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരാണ് ഇരുവരും. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനു ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇ പി ജയരാജൻ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു. നോബൽ മാരിക്കാരൻ, സീതാറാം യെച്ചൂരിയുടെ മരണവാർത്ത അറിഞ്ഞാണ് ഇരുവരും അവിടെ എത്തിയത്. സീതാറാം യെച്ചൂരിക്ക് ഒരു അന്ത്യയാത്ര നൽകാൻ എത്തിയവരാണ് ഇരുവരും. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ എന്തെങ്കിലും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമോ എന്നറിയില്ല. പക്ഷേ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയല്ലേ ഇത്, നോബൽ? അരുൺ, അങ്ങനെ തന്നെയാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ മാറിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ കൂടിക്കാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ളത്. നമ്മളുള്ളത് കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസിന് മുന്നിലാണ്. ഈ കൊച്ചിൻ ഹൗസിലെ ഈ മുറിയിലാണ് രണ്ടുപേരും ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ മാറുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരികയും അതോടൊപ്പം തന്നെ അദ്ദേഹം അന്ന് തന്നെ ആ LDF കൺവീനർ ആ യോഗത്തിൽ പങ്കെടുക്കാതെ, അന്ന് തിരുവനന്തപുരത്ത് യോഗത്തിൽ പങ്കെടുക്കാതെ നേരിട്ട് അദ്ദേഹം കണ്ണൂർക്ക് മടങ്ങുകയുമാണ് ചെയ്തത്. പിന്നീട് പാർട്ടിയുടെ പരിപാടിയിൽ പോലും അദ്ദേഹം സജീവമായി പങ്കെടുക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും സീതാറാം യെച്ചൂരിയുടെ അന്ത്യം സംഭവിച്ച് നേതാക്കൾ ഇന്നിപ്പോൾ ദില്ലിയിലാണ് ഉള്ളത്. ഇന്ന് ദില്ലി സീതാറാം യെച്ചൂരിക്ക് വിട പറയാൻ ഒരുങ്ങുകയാണ്. അതിനു മുന്നോടിയായി ഇന്നിപ്പോൾ എല്ലാവരും ദില്ലിയിൽ എത്തിയതാണ്. ആ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ രാവിലെ ഇ പി ജയരാജൻ എന്താണെങ്കിലും മുഖ്യമന്ത്രി താമസിക്കുന്ന കൊച്ചിൻ ഹൗസിൽ എത്തിക്കൊണ്ട് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അല്പം മുമ്പാണ് അദ്ദേഹം അകത്തേക്ക് പോയത്. ഏറെക്കുറെ ഇപ്പോൾ 5 മിനിറ്റോളം ആയിരിക്കുന്നു ആ കൂടിക്കാഴ്ച ആരംഭിച്ചിട്ട്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ കവാടത്തിലൂടെ ഇ പി ജയരാജൻ എന്താണെങ്കിലും പുറത്തേക്ക് വരും. എന്താണ് സംസാരിച്ചത്, എന്താണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വലിയ ആകാംക്ഷയാണ്. അദ്ദേഹം നേരത്തെ ഇ പി ജയരാജനെ ഈ സ്ഥാനത്ത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ വിവാദമൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് പല അഭ്യൂഹങ്ങൾ അതുമായി ബന്ധപ്പെട്ട്, അത്തരത്തിൽ പല ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാതെയാണ് എന്താണെങ്കിലും ഇ പി ജയരാജൻ അകത്തേക്ക് പോയത്. അല്പം മുമ്പ് അദ്ദേഹം നമ്മോട് സംസാരിച്ചപ്പോൾ സീതാറാം യെച്ചൂരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹം പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് എന്താണ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. പക്ഷേ നിലവിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജൻ മാറിയതിനു ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് മുഖ്യമന്ത്രിയായുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വേദിയായത് ദില്ലി കേരള ഹൗസിലെ കൊച്ചിൻ ഹൗസാണ്. നേതാക്കൾ ഇപ്പോഴും അകത്ത് തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഇ പി ജയരാജൻ പുറത്തേക്ക് വരും. സ്വാഭാവികമായും അത്തരത്തിൽ നേരത്തെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അതിൽ സംസാരിച്ചിട്ടുണ്ടോ എന്താണ് ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. സാധ്യത വളരെ കുറവായിരിക്കും. നോബൽ, നമുക്കറിയാവുന്നതുപോലെ ഇ പിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് ഇരുവരും. പിണറായിയുടെ വീട്ടിൽ ഇ പി പോവുകയും അവിടെ പ്രഭാത ഭക്ഷണം കഴിക്കുകയും ഒക്കെ നിത്യസന്ദർശകനാവുകയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നേതാക്കളാണ്. അപ്പോൾ ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്ന ഘട്ടത്തിലും ആദ്യമൊക്കെ പിണറായി വിജയൻ ഇ പി ജയരാജൻ ചില കാര്യങ്ങൾ പറഞ്ഞ് കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിലൊക്കെ ഇ പി ജയരാജനെ പിന്തുണച്ചിട്ടുണ്ട് പിണറായി വിജയൻ. പക്ഷേ വോട്ടെടുപ്പ് ദിവസം പിണറായി വിജയനെ കൈവിടാതെ തരമില്ലായിരുന്നു. കാരണം പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച അദ്ദേഹം ആ ദിവസം തുറന്നു പറഞ്ഞത് പാർട്ടിക്കും മുന്നണിക്കും വലിയ ഒരു ദോഷം ചെയ്തു എന്നൊരു നിലപാടിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് തിരുത്തുന്നത്. അതിനുശേഷം അത്ര സ്വരച്ചർച്ചയിലായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായിട്ടല്ലെങ്കിലും രാഷ്ട്രീയമായി പിന്നീട് ഇ പി അങ്ങനെ കാര്യമായി പിന്തുണച്ചുമില്ല, വലിയ കാര്യമായി ഉപദ്രവിച്ചിട്ടുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണ്. അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇരുവരും കണ്ണൂർ രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ ഏറ്റവും പരിചയസമ്പന്നരായ രാഷ്ട്രീയ നേതാക്കളാണ്, ഏറ്റവും മുതിർന്ന CPM നേതാക്കളാണ്. അവരാണിപ്പോൾ കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. പക്ഷേ ഇ പി ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഈ പാർട്ടിക്കപ്പുറത്ത് എനിക്കൊരു ജീവിതമില്ല എന്നാണ് ഇ പി എപ്പോഴും പറയാറ്. അതുതന്നെയാണ് ഇ പി ചെയ്തിരുന്നത്. കൂടിക്കാഴ്ചകളെക്കുറിച്ചൊക്കെ പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും ഒക്കെ പല അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് തെളിയിക്കാൻ സാധിച്ചില്ല. പ്രഭാരി പ്രകാശ് ജാവദേക്കർ വന്നത് ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ വീട്ടിലേക്കാണ്. ഇദ്ദേഹം അങ്ങോട്ട് പോയതുമല്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇ പി എന്താണ് PV കണ്ടതിന് ശേഷം പറയുക, നമ്മളോട് സംസാരിക്കുമോ? നമുക്ക് കാത്തിരിക്കാം. ഞങ്ങളുടെ പ്രതിനിധി നോബൽ മാരിക്കാരനും സംഘവും കേരള ഹൗസിന് പുറത്ത് തന്നെയുണ്ട്.